നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് തെങ്ങ്, തേങ്ങ, നാളികേരം എന്നൊക്കെ ഉള്ളത്. എന്നാൽ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഗൗരി ഗാത്രം. അതിന് പിന്നിലൊരു കഥയുമുണ്ട്, ഒരു പുരാണ കഥ. അതുപോലെ തന്നെ ഈ കൽപ്പവൃക്ഷത്തിൻ്റെ തെങ്ങിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം കൂടി കൽപ്പിക്കപ്പെടുന്നുണ്ട്. ആ സ്ഥാനത്താണ് അത് നിൽക്കുന്നതെങ്കിൽ ആ കുടുംബത്തിന് പോസിറ്റീവ് എനർജിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നും പുരാണത്തിൽ ഈ കഥയിലൂടെ പറയപ്പെടുന്നുണ്ട്. നമസ്തേ രുദ്രധാര. നമ്മൾ ഇന്ന് പറയുന്നത് തെങ്ങുകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. നമ്മൾ ഒരു വീഡിയോയിൽ ചെന്തെങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് നമ്മൾ സാധാരണ കാണുന്ന കൽപ്പവൃക്ഷം അഥവാ തെങ്ങ്. എല്ലാ വീട്ടിലും ഒരു തെങ്ങുണ്ടാവും അല്ലേ? നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ്. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതിനകത്ത് ഉപയോഗപ്രദമല്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു വൃക്ഷം കൂടിയാണ് കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇത് പൗരാണികമായി ഇതിനകത്തൊരു കഥ പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ മഹാദേവൻ കൈലാസത്ത് നിന്നും തപസ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി വനഭൂമിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ചോദി, ഈ കൈലാസത്തിൽ സ്ഥലമില്ലയോ? കൈലാസത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കുറച്ചുകൂടെ ഏകാഗ്രത കൈവരിക്കാൻ ഒറ്റയ്ക്ക് അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ പോയി. ഈ തപസ് അനുഷ്ഠിക്കാൻ പോയ സമയത്ത് നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഭഗവാൻ തപസ്സിൽ നിന്നും ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് ആരെ പറ്റി ആലോചിച്ചത്? നമ്മുടെ ദേവീനെ പറ്റി ആലോചിച്ചത്, പാർവതിയെ പറ്റി ആലോചിച്ചത്. അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ല. ഈ സമയത്ത് എന്തായാലും ചെല്ലുമ്പോൾ എന്താണ്, താമസിച്ചു ഒരുപാട് അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ഭർത്താക്കന്മാർ താമസിച്ച് വരുമ്പം അവരുടെ മുഖം കാണണ്ടേ, അവിടുത്തെ സ്ത്രീകളുടെ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഭഗവാനും എന്തറിയാം, ഇപ്പൊ ചെന്ന് കയറുന്നത് അത്ര പന്തിയല്ല, അല്ലേ പിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കുടമെടുത്തു, ഒരു കലം, ചെറിയൊരു കുടം. എന്നിട്ട് അതിനുള്ളിൽ കുറച്ച് അമൃത് അത് നിറച്ചു. എന്നിട്ട് അതിനെ ഒരു തുണി കൊണ്ട് മൂടിക്കെട്ടി, ഒരു പട്ട് കൊണ്ട് മൂടിക്കെട്ടി. എന്നിട്ട് നേരെ കൈലാസത്തിലേക്ക് ചെന്നു. കൈലാസത്തിൽ ചെന്നിട്ട് നമ്മുടെ ഭഗവതിയെ വിളിച്ചു, അഥവാ നമ്മുടെ ഭഗവാന്റെ ഭഗവതിയെ വിളിച്ചു കൊടുത്തു. എന്താ ഇത്? ഞാൻ എൻ്റെ ഭഗവതിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ, കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ കാണാണ്ടിരുന്ന് കാണുവാണ്, അതിൻ്റെ ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ നമ്മുടെ ദേവി അത് വാങ്ങിച്ചു. അത് 2 കണ്ണുകളിലും തൊട്ടു. അതുകൊണ്ട് അതിനുശേഷം അതിനെ നമസ്കരിച്ചു. ശേഷം ചെയ്തത് മറ്റൊന്നുമല്ല, ഇതിനെ കൊണ്ടുചെന്ന് അതുപോലെ കുഴിച്ചിട്ടു എന്നാ പറയുന്നത്. അപ്പൊ എവിടെയാ കുഴിച്ചിട്ടെന്ന് ആലോചിച്ച് നോക്കിയേ? കൈലാസത്തിൽ അല്ലേ എന്ന് പറയപ്പെടുന്നു. ഇത് പുരാണത്തിലെ ഒരു കഥ മാത്രമാണ്, ഒരു വിശേഷണം കൂടിയാണത്. അങ്ങനെ കുഴിച്ചിട്ടപ്പോൾ കാലാന്തരത്തിൽ കാലക്രമേണ ഇതിങ്ങനെ വളർന്ന് വന്നു. അതൊരു ഒറ്റത്തടി വൃക്ഷമായി മാറി. അതങ്ങനെ ആ ഒറ്റത്തടി വൃക്ഷം, ആ വൃക്ഷത്തിൽ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങി, ഫലം ഉണ്ടാവാൻ തുടങ്ങി. ആ ഫലത്തിൻ്റെ ആകൃതി, ആ ഫലത്തിൻ്റെ രൂപം, ആ കായുടെ ആകൃതി ദേവിയുടെ ഗാത്രം പോലെയായിരുന്നു. അതാണ് ഗൗരി ഗാത്രം. പക്ഷേ കാലക്രമേണ നമ്മളിത് പറഞ്ഞ് ഇതിനെ കുളവാക്കി ഗൗളി പാത്രം എന്ന് വരെ ആക്കിക്കളഞ്ഞു. അപ്പൊ ഇതാണ് ഗൗരി ഗാത്രം എന്ന് പറയുന്നത്. അപ്പൊ ഗാത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒത്തിരി അർത്ഥമുണ്ട് ഗാത്രത്തിന്. ഗാത്രം മനോഹരം എന്ന അർത്ഥമുണ്ട്, അവയവം എന്ന അർത്ഥമുണ്ട്, മാംസപിണ്ഡം എന്ന അർത്ഥമുണ്ട്, ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എന്ന അർത്ഥമുണ്ട്. അങ്ങനെ നിരവധി അർത്ഥം ഗാത്രത്തിനുണ്ട്. ശോഭ എന്ന അർത്ഥമുണ്ട്, ഒത്തിരി അർത്ഥം വരുന്നുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം, എങ്ങനെയും സ്വീകരിക്കാം അല്ലെ? അങ്ങനെയാണ്
തേങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് എന്ന് ഒരു വിശ്വാസം. ഇതുപോലെ പല 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 കഥകൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പറഞ്ഞു വരുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെങ്ങിൻ്റെ സ്ഥാനം. വാസ്തുവിൽ തെങ്ങിനും സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പവിത്രമാണ് ഈ സാധനം എന്ന് മനസ്സിലായല്ലോ. അതിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. ചുമ്മാ എന്ത് വൃക്ഷവും നിങ്ങൾ കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ് ഒരു സംഭവം കൊണ്ട് വരുന്നത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഥ ഇതിന്റെ പിന്നിലുള്ളത് ഞാൻ പറയുന്നത്. അപ്പോ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു തെങ്ങിനൊരു സ്ഥാനം കൽപ്പിക്കപ്പെടുന്നുണ്ട്. വീടിന്റെ മുന്നിൽ ഒരു തെങ്ങ് വളരെ നല്ലതാണ്. വീടിന്റെ മുമ്പിൽ ഒരു തെങ്ങ് വളരെ നല്ലതാണ്. പക്ഷേ അത് കിഴക്ക് ഭാഗത്താകാൻ പാടില്ല, മൂലകളിലാകാൻ പാടില്ല എന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. കിഴക്ക്, വീടിന്റെ മുമ്പ് കൂടുതൽ വീടുകളുടെയും ഫ്രണ്ട് ഭാഗം അല്ലെങ്കിൽ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായിരിക്കും, അല്ല കിഴക്കോട്ടായിരിക്കും. അപ്പോൾ അതിന് തിരുമുമ്പിലൊരു തെങ്ങ് നിന്നാലോ ശരിയാവില്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പിരയ്ക്ക് മേളിപ്പോയാൽ വെട്ടിക്കളയണം എന്നാ പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വീടിനോടടുത്ത് ഇത്തരത്തിലുള്ള വൃക്ഷങ്ങൾ ചേർന്ന് നിൽക്കാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. വീടിന് അടുത്തോട്ട് നിൽക്കാൻ നമുക്ക് ജ്യോതിഷമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ മറ്റ് ചില കാര്യങ്ങളും കൂടെ അതിനകത്ത് പറയാൻ പറ്റും. അതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഈ വൃക്ഷം, ഇതിൻ്റെ സ്ഥാനമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ്. അതാണ് പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത്. തെക്കാകാം, മൂലകളിലോട്ട് പോകണ്ട, നിങ്ങൾ കന്നിമൂലയ്ക്കൊന്നും കയറി പോകണ്ട. തെക്കാകാം, പടിഞ്ഞാറാകാം, തെക്കാകാം, പടിഞ്ഞാറാകാം. ഇനി വടക്കും കിഴക്കും വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ തടയാൻ തെക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും ഇതിന് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തെങ്ങെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടായിരിക്കണം. ഞാനിവിടെ ഗംഗാബോണ്ടത്തിനെ കുറിച്ചല്ല പറയുന്നത്, കുള്ളന്തങ്ങുണ്ടല്ലോ അതിനെപ്പറ്റി അല്ല പറയുന്നത്, വലിയ വൃക്ഷത്തെക്കുറിച്ച് തന്നെയാണ്, കൽപ്പവൃക്ഷത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതാണ് പ്രധാനമായിട്ടുള്ള സ്ഥാനം. ഒന്നുകിൽ തെക്ക് ഭാഗം വരണം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം വരണം. ആ വീട്ടിൽ സമാധാനം ഉണ്ടാവും, നല്ല സമാധാനമായിരിക്കും. നെഗറ്റീവ് എനർജി, അതിൻ്റെ കടന്നു വരവിനെ ഇതെന്ത് ചെയ്യും? ഇല്ലാതെയാക്കും, അല്ലേ? അപ്പം നാളികേരം കായ്ക്കുന്ന കൽപ്പവൃക്ഷം ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കും. പക്ഷേ യാതൊരു കാരണവശാലും ഇത് വീടിനോട് ചേർന്ന് നിൽക്കരുത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. വാസ്തുവിൽ പരാമർശിക്കപ്പെടുന്ന ഒരു വൃക്ഷമാണ് ശരിക്കും കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്. അത് വീടിന്റെ മുന്നിലുള്ളത് നല്ലതാണ്, പക്ഷെ നമുക്ക് തിരുമുമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? കിഴക്കോട്ടാണല്ലോ കൂടുതലും വീടുകൾ, അപ്പൊ തിരുമുമ്പിൽ കൊണ്ടുവയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ തെക്ക് വശം തന്നെ പറയുന്നത്. മുമ്പിൽ വരുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കിഴക്കോട്ടുള്ളതിന്റെ മുമ്പിൽ ഇച്ചിരി സൈഡ് മാറി നിൽക്കാൻ, എന്നാൽ അതങ്ങ് ഒരുപാട് മൂലയ്ക്ക് പോകാൻ പാടില്ല. സൈഡ് മാറി നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലതാണത്. പക്ഷേ ഏതൊക്കെ ഭാഗത്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒരു തൈയെങ്കിലും വെക്കാൻ മടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ എവിടെങ്കിലും മാറിയിരിക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ഇതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നെങ്കിൽ അത് ഈ പറയുന്ന സ്ഥാനങ്ങളിലായിരിക്കണം എന്ന് പറയുന്നു. മൂലകൾ കേന്ദ്രീകരിച്ച് ഇത് വെക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശ്രമിക്കാതിരിക്കുക. അതുപോലെ അതിരയിലും കൊണ്ടുവന്ന് വെക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, തേങ്ങ അടുത്ത പറമ്പിൽ പോവും. പിന്നെ ആ തേങ്ങയ്ക്ക് വേണ്ടി അടി നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓലമടൽ അവന്റെ വീടിന്റെ മേളിലായിരിക്കും ചെന്ന് വീഴുന്നത്. അത് അടുത്ത പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഇത് അതിരെ വെക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അതുപോലെ തൊട്ടപ്പുറത്ത് വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണ് വാഹനത്തിന്റെ ഒക്കെ മേളിൽ വന്ന് വീണ പ്രശ്നമല്ലേ? അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇതെപ്പോഴും ഒന്ന് ഒഴിച്ചു മാറ്റി വെക്കണം എന്ന് പറയാനുള്ള കാരണം. മുന്നിൽ ഒരു തെങ്ങ് വരുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്. പ്രധാന സ്ഥലം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മനസ്സിലായിട്ടുണ്ടാവും ഗൗരി ഗാത്രം.